ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്നേഹസ്പർശത്തിലാണ്. സ്നേഹസ്പർശം ഇവിടെയാണ് 5 കൊല ചെയ്ത അഫാൻ എന്ന് പറയുന്ന ആ യുവാവിൻ്റെ മാതാവ് ഷെമി ഗോകുലം ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞ് നേരെ ഇവിടേക്കാണ് വന്നത്. അവർക്ക് മാനസികമായ ഒരു റിലീഫ് കൊടുക്കാനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആയിട്ട് കൊണ്ടുവന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. നമസ്കാരം. ഞാൻ സ്നേഹസ്പർശത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഹസ്ബൻഡ് ചെയർമാനാണ്. 7 പേര് കമ്മിറ്റിയിലുണ്ട്. എൻ്റെ പേര് സുചിത്ര. ഹസ്ബൻഡിൻ്റെ പേര് ജലീൽ. ഇനിയിപ്പം മാഡത്തോട് നമുക്ക് ആ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇതിൻ്റെ പേര് സ്നേഹസ്പർശ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അതായത് സൈക്യാട്രി പേഷ്യൻ്റെ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത്. നമ്മൾ മാനസികമായിട്ട് അവർക്ക് ധൈര്യം കൊടുക്കും. ഡൈവേർഷണൽ തെറാപ്പീസ് കൊടുക്കുക, എക്സസൈസ് ചെയ്യിപ്പിക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, അങ്ങനത്തെ. നമ്മൾ ഇവിടെ വന്നപ്പോൾ അഫാൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അതെ അതെ. ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇല്ല, നിലവിലില്ല. അവരിപ്പം ഭേദമായ അവരെ കാര്യങ്ങളെല്ലാം സ്വമേധയാ ചെയ്യാനുള്ളൊരു പ്രാപ്തി ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്തു. വന്നപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? വന്നപ്പം നമ്മൾ കിടത്തിയാണ് കൊണ്ടുവന്നത്. മാനസികമായിട്ട് ഡള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോകുലത്തിലെ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. സൈക്കാട്രിയുടെ ട്രീറ്റ്മെൻറ്റ്, ഉറക്കത്തിനുള്ളതൊക്കെ പോയി. പിന്നെ ആഘാതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച് വന്നപ്പോൾ കുറേ ഉൾക്കൊണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോൾ അവരെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിച്ചു. ഓർമ്മയൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം അറിയാം അവർക്ക്. തലയ്ക്ക് വല്ലാതെ മുറിവേറ്റിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ അവിടെ നിന്ന് റിമൂവ് ചെയ്താണ് ഇവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ ഫ്യൂച്ചറൊന്നും ഇല്ലായിരുന്നു, മൊത്തം റിമൂവായിരുന്നു. പിന്നെ മെഡിസിൻ മാത്രമേ കഴിക്കുന്നുള്ളായിരുന്നു. കിടപ്പായിരുന്നു. 2-3 പേരെ സപ്പോർട്ട്, ഒരു ബാലൻസ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ബാത്റൂമിൽ പോകാനൊക്കെ 2-3 പേരെ സപ്പോർട്ട് വേണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി പുള്ളിക്കാരി. MSW സ്റ്റാഫുണ്ട്, സോഷ്യൽ വർക്കർ. പുള്ളിക്കാരിയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ മെഡിസിൻ കൈകാര്യം ചെയ്യും. പിന്നെ ഡോക്ടർ ലീല മേഡമാണ്, ലീല രവി ഹോസ്പിറ്റലിൽ. പുള്ളിക്കാരിയാണ് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജോലി ചെയ്യുമ്പോൾ ഒരു മാനസിക സംതൃപ്തി ഉണ്ടോ ഓരോരുത്തരെ പുറത്തേക്ക് ഇങ്ങനെ വിടുമ്പോൾ? കാരണം കൊണ്ടുവന്നതിൽ നിന്ന് അവരിൽ മാറ്റം വരുമ്പോഴത്തേക്ക് നമുക്കതൊരു സന്തോഷമാണ്. ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഫണ്ട് 2-3 ആംബുലൻസ് ഉണ്ട്. അത് ഓടിച്ച് കിട്ടുന്ന വരുമാനം. പിന്നെ നമുക്കിപ്പം സ്റ്റാഫിനെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് നടത്തുന്നത്. അപ്പം ഞങ്ങൾ സാലറി എടുത്തിട്ട് ആ സാലറി തിരിച്ചുകൊണ്ട് അക്കൗണ്ടിലേക്ക് ഇടും. അപ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ, കാരണം അത്രയ്ക്ക് വരുമാനമില്ല. റെൻ്റൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അവസ്ഥ അറിയാം. ഒരു മോൻ ഇങ്ങനെ കൊലയാളിയായി, ഒരു മോൻ മരണപ്പെടുന്നു, അവരുടെ ബന്ധക്കാരെ എല്ലാം കൊന്ന് വല്ലാതെ കരയുമായിരുന്നു രാത്രിയിലൊക്കെ. വന്ന സമയത്തൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കൂടെ ഒരാൾ വേണമെന്ന ടെൻഡൻസി ഉണ്ടായിരുന്നു, ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ പറഞ്ഞൊരു നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുന്ന സൈക്കോളജിക്കലായിട്ട് പോയിന്ന് കൗൺസിലിംഗ് ചെയ്ത് വന്നപ്പോൾ അതങ്ങ് മാറി. ഇവർ വരുമ്പോൾ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി വിലപിക്കുന്നത്? അഫാനെക്കുറിച്ച്. ഇളയ മോനെ കുറിച്ചില്ലേ വലുതായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മോചിപ്പിക്കണം, അവനെ ജയിലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം, തെറ്റുപറ്റിപ്പോയി, അവനെ കൊണ്ടുവരണം. അവനെക്കുറിച്ച് അവർ കൂടുതൽ സംസാരിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചൊന്നും അവരധികം പറയുന്നിട്ടില്ല. ഇവിടെ ഞാൻ കേട്ടില്ല. ഇപ്പം പിതാവ് ഇത്രയും വർഷം ഗൾഫിലായിരുന്നു, അത് തിരിച്ചു വന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരാളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സങ്കടമായിട്ട് അവർക്ക് ഇപ്പം മനസ്സിൽ തോന്നിയില്ല? എൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട്. പിന്നെ അവർ പറയുന്നത് അവരെ വീട് വിറ്റെങ്കിലും ഞങ്ങൾ കടം വീട്ടും എന്നുള്ള ഒരു ധൈര്യമുണ്ട് അവർക്ക്. നിലവിലും ധൈര്യമുണ്ട്. അതായത് ഇത്രയും കടമുണ്ട് എന്ന് പറയുമ്പോഴും എങ്ങനെ വീട്ടുമെന്ന് സ്വാഭാവികമായിട്ടൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ആശങ്കയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെയൊക്കെ ഞാൻ ഈ കടത്തിൻ്റെ കാര്യം, നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് കടമുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നെയുള്ള ചിന്ത ഞാൻ എങ്ങനെ ഈ കടം വീട്ടുമെന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ തിരിച്ച് ചോദിക്കും. ഇത്രയും കടം വരുത്തിയിട്ട് ഇതെങ്ങനെ ഇനി വെളിയിലിറങ്ങി അത് വീട്ടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ടെൻഷനേ ഇല്ല. 45 ഉദ്ദേശം പോലീസുകാർ നിഗമനത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ 1.5 കോടി രൂപ കൂടുതൽ വില കിട്ടുന്ന വീടുണ്ട് അവർക്ക്. വീട് വിൽക്കാൻ അതെന്തോ ജപ്തിയിൽ കിടക്കുന്നെന്തോ പറഞ്ഞു. ഇടക്കാലത്തേന് പോലീസ് കീ കൊടുത്തെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. അന്നേ അവർക്ക് അങ്ങനെ ഒരു മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ വീട് വിറ്റ് അവരങ്ങനെ സംസാരിച്ചിരുന്നു. അവരെ സഹോദരൻ ലത്തീഫൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. വീട് വിൽക്കണം. അവർ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. വീട് വിറ്റിട്ട് ഞങ്ങൾ വാടകയ്ക്കായാലും ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നു. പിന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് കട്ടിലേന്ന് വീണു എന്നൊക്കെ പറഞ്ഞ പോലീസിനോട്. അതൊക്കെ എന്ത് മോനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നല്ലേ? ഒരു അമ്മയായതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ നിന്ന് അവർ സംസാരിച്ചു വന്നാൽ കട്ടിൽ നിന്ന് വീണു. പക്ഷേ പിന്നെ പോലീസ് എല്ലാം എൻക്വയറി നടത്തി വന്ന് പിന്നെ സംസാരിച്ച് വന്നപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അവർ കഴുത്തിൽ ഷോൾ ഇട്ടായിരുന്നു, പിടിച്ച് വലിച്ചായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഇവരുടെ അനുവാദത്തോടു കൂടിയാണോ ഇവരെ കൊല്ലാൻ ശ്രമിച്ചത്? അങ്ങനെ ഒരിക്കലും ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അവൻ്റെ കടബാധ്യത കൊണ്ടെന്ന് വെച്ചാൽ ആരും പൈസ കൊടുത്ത് സഹായിക്കാനും ആരുമില്ല.
അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് അവർക്ക് പിറ്റേ ദിവസം കൊണ്ട് 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും പോയി വാതിലുകളിൽ മുട്ടിയിട്ട് ആരും തുറന്നില്ല, കൊടുക്കാൻ ആരും. അപ്പോൾ ഇവരുടെ ഉള്ളിലൊരു വാശി കയറി എല്ലാവരും ഒന്നടങ്ങ് അങ്ങ് മരിച്ചു കളയാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അവരുടെ കഥ കേൾക്കുമ്പോൾ വല്ലാത്ത അത്രയും 5 പേരെ ഒരാൾ മാറി മാറി കൊല്ലുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ കൊന്നിട്ട് അടുത്ത ആളെ മാറി മാറി ഇവൻ ചെയ്യുകയാണ്. പക്ഷെ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലില്ലായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾക്ക് സഹായിച്ചില്ല, ആരും സഹായിച്ചില്ല എന്നാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്തോ? ഇല്ല, അവർ പറയുന്നത് ഇല്ല എന്നാണ്. ഇതുവരെ ലഹരിയൊന്നും ഉപയോഗിക്കുന്ന അവർ കണ്ടിട്ടില്ല. നാട് കണ്ടുപിടിച്ചപ്പോൾ അവർ മദ്യം കഴിക്കാറുണ്ടായിരുന്നു, മറ്റു ലഹരി ഉപയോഗിക്കണമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പം അവരുടെ മനസ്ഥിതി ഈ കോടതിയിൽ ഇപ്പം അവർ മനസ്ഥിതി മോന് എതിരെ സാക്ഷി പറയും എന്നുള്ള രീതിയിലാണോ? പറയില്ല. മോനെതിരെ സാക്ഷി പറയില്ല. ഇനി പോലീസിനോട് പറഞ്ഞാലും കോടതിയിൽ ആരോട് പറഞ്ഞാലും അവരും കൂടെ ആ ശിക്ഷ ഏൽക്കാൻ തയ്യാറാണ്. എന്നാലും അവർ മോനെ വിട്ടുകൊടുക്കില്ല. ആ ശിക്ഷയുടെ പകുതി അവർ മേടിക്കാൻ തയ്യാറാണ്. ഞാനും ജയിലിൽ പോയി കിടന്നോളാം, ഞാൻ അവൻ്റെ അടുക്ക പൊയ്ക്കോളാം, അവനല്ല തെറ്റിയത്, ഞാൻ കാരണമാണ് തെറ്റിയത്, ഞാൻ അവൻ്റെ ഒപ്പം അത് ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമാണ്. അല്ലാതെ അവനെ ഒറ്റ കൊടുക്കാനുള്ളൊരു താല്പര്യമില്ല അവർക്ക്. അല്ലെങ്കിൽ ഇത് സംഭവിച്ചു പോയി ഇത്രയൊക്കെ കാര്യങ്ങൾ, അതായത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു അവൻ ചെയ്തതാണ്, അവൻ തന്നെ ഏറ്റു പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ഒരു ഉൾക്കൊള്ള ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയാണ്. തെളിവ് സഹിതം സാക്ഷികൾ സഹിതം പറയാണ് ഇന്നടത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി അവൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട്. ഇത് ഒന്നും പെടാത്ത ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവരുടെ ഉമ്മയ്ക്ക് വയ്യ, നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി കൊണ്ടുവന്ന് അവളെ അടിച്ചു കൊന്നത്. അവരോട് ഞാൻ പറഞ്ഞു, ഫർസാനയുടെ കാര്യം ഞാൻ സംസാരിച്ചാണ്. ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ മറ്റൊരു കുട്ടിയാണിത്. അപ്പോൾ അവർ പറഞ്ഞു അവൻ സ്നേഹിച്ചിരുന്നു, പിന്നെ അവനില്ലാതെ അവൾ വേണ്ട എന്നുള്ള, അവൾ പിന്നെ ഒറ്റയ്ക്കായി പോവുമല്ലോ എന്ന് ചെയ്തതായിരിക്കും. ഇവർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്, ആ കുട്ടിയെ വീട്ടിൽ വരാറുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ മെമ്പറോട് സംസാരിച്ച് മെമ്പർ ഇൻക്വസ്റ്റിന് കയറിയിട്ടുണ്ടായിരുന്നു. മെമ്പർ പറയായിരുന്നു ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ മുഖത്ത് എത്രമാത്രം മർദ്ദിച്ച് ഇതാക്കാൻ പറ്റില്ല, അതുപോലെ മുഖം. കാരണം ആ പെൺകുട്ടിയെ മരണപ്പെട്ട് അവൾ ആ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പോയി ആ കുട്ടിയെ അവിടെ നിന്ന് എടുക്കുന്നത്. ആണല്ലേ? പോലീസ് ഇങ്ങനെ ഒരു അപകടം നടന്നു എന്ന് ആംബുലൻസ് സർവീസുകളൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സർവീസും വിളിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അവിടെ പോയപ്പോൾ ഈ കുട്ടി കസേരയിൽ മരണപ്പെട്ടിരിക്കുന്നത്, മുഖമെല്ലാം വികൃത രൂപമായിട്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എടുത്ത് വണ്ടി കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അന്നേരം ജീവൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, മരണപ്പെട്ടിരിക്കുകയായിരുന്നു. മുഖമെല്ലാം അടിച്ചു? മുഖം അടിച്ചു, ഞാൻ നിന്ന് അടിച്ചു ആ കസേരയിലേക്ക് ആക്കി. പറയുമ്പോൾ തന്നെ പേടി വരുന്നല്ലേ? ഞാനൊരു സ്റ്റെപ്പ് പുറകോട്ട് പോയി. നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ ഹസ്ബൻഡ് ആ ഫീൽഡുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അച്ഛനിവിടെ വരുമോ? അച്ഛനോടൊക്കെ സംസാരിച്ചോ? ആര്? റഹീമാക്കയുടെ ഇതൊക്കെ ഭയങ്കര ഒരു മാനസികാവസ്ഥയായിരുന്നു. പിന്നെ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്തേ മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. പുള്ളി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ പൊരുത്തപ്പെടാൻ അങ്ങ് പഠിച്ചു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ വൈഫിനെ കൊണ്ടുപോകണം, കടങ്ങൾ വീട്ടണം എന്ന ചിന്താഗതി തന്നെയാണ് പുള്ളിക്ക്. എങ്ങനെയെങ്കിലും കടം വീട്ടണം, എല്ലാവർക്കും വാങ്ങിയ പൈസ. ഈ കോടതിയിലെ വക്കീലിനെയൊക്കെ അച്ഛൻ വെച്ചു കൊടുക്കുമോ? വക്കീൽ വന്നായിരുന്നു, പുള്ളി സംസാരിച്ചു. അവർക്ക് ഇറക്കാൻ താല്പര്യമില്ല, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് അവൻ്റെ വാപ്പ റഹീമൊക്കെ പറയുന്നത്. തെറ്റ് ചെയ്തവൻ അവൻ ഇത്രയും തെറ്റ് അവരെ കുടുംബത്തിലുമല്ല മറ്റൊരു പെൺകുട്ടിയും കൂടെ അവൻ പോയി ഉപദ്രവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവർക്കൊരു നീതി കിട്ടണമല്ലോ. അവരും എന്നെപ്പോലെ മാതാപിതാക്കളല്ലേ, അവർക്കൊരു നീതി വേണം. ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ ചെയ്തതിൻ്റെ ശിക്ഷ, അവന് ഒരു തെറ്റ് അവൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് അവ അറിയണം. അത് അറിഞ്ഞിട്ട് വരട്ടെ എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് ആ പിതാവിൻ്റെ ആ ഒരു ചിന്ത നല്ലതാണ്. പക്ഷെ മാതാവിനോട് വക്കീൽ ചോദിക്കുന്നതിൽ മാതാവ് ഇറക്കിക്കൊണ്ടുവരാൻ പറയും. തീർച്ചയായിട്ടും പറയും. കാരണം അവർ അവസാനം വരെയും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മളിപ്പോൾ ഒരു പോലീസ് എൻക്വയറിക്ക് വരുമ്പോൾ തന്നെ അവർ സംസാരിക്കാറുണ്ട്. അവർ കറക്റ്റായി ഇവൻ കൊടുത്ത മൊഴി റിപ്പോർട്ട് കൊണ്ടുവച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ മാറി മാറി ഒരു അലൈൻമെൻറ്റ് മാറി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം. അപ്പോൾ പോലീസ് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയുമ്പോൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇല്ല, എൻ്റെ മോൻ ചെയ്യില്ല. അപ്പോൾ അവർ പറയും മോനെ കാണിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരതിൽ വിശ്വസിക്കുന്നുണ്ട്. നാളെ എനിക്ക് കൊണ്ട് കാണിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. എപ്പോഴെങ്കിലും അവനെ കാണാൻ പറ്റുമെന്നുള്ള. ഇപ്പോഴും അങ്ങനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ട് അവർക്ക്. സാധാരണ മാതാപിതാക്കൾ പറയും എനിക്ക് അവനെ കാണണ്ട, എനിക്ക് അവൻ്റെ മുഖം കാണണ്ട. അത് പിതാവ് പറയുന്നുണ്ട്. മാതാവ് കാണണമെന്ന് എൻ്റെ തന്നെ ലാസ്റ്റ് വരെയും പറഞ്ഞത്. അവനെ പോയി കാണണം, സംസാരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ അറങ്കൊല ചെയ്യുന്ന മക്കളുടെ അമ്മമാരും അച്ഛന്മാരും പറയും ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത മോനെ എനിക്കിനി കാണണ്ട, അവൻ എൻ്റെ മോനല്ല എന്ന് പറയും. പക്ഷേ ഈ സ്ത്രീ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോഴും അവരിപ്പോഴും എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, അവൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു എന്ന് ഇവർക്ക് നേരിട്ട് അവനോട് ചോദിച്ച് മനസ്സിലാക്കണം.
എന്നാണ് അവർ ലാസ്റ്റ് വരെ ആവശ്യപ്പെട്ടത്. അത് തന്നെ ഇപ്പം അവൻ എവിടെയാണ്? പൂജപ്പുര ജയിലിലാണ്. സ്നേഹസ്പർശം എന്ന് പറയുന്ന കെയർ ആൻഡ് ക്യൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഇവർ ഹസ്ബൻഡും വൈഫും കൂടാണ് ഇത് നടത്തുന്നത്. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുചിത്ര. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞാണ് നിലവിൽ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മാനസികമായിട്ട് വല്ലാത്ത അവസ്ഥയിലായി അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്നവർക്ക് കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഇതാണ്. വളരെ റിസ്ക്കുള്ള ഒരു പരിപാടിയാണ്. ഞാനത് ചോദിക്കുമായിരുന്നു, ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഇവരൊക്കെ എപ്പോഴാണ് വയലൻ്റ് ആകുമെന്ന് അറിയില്ല, ഇവരുടെയൊക്കെ മാനസിക സ്ഥിതി എന്താണെന്നറിയില്ല. 5 പേരെ കൊല ചെയ്ത അഫാൻ്റെ മാതാവ്, അവരുടെയൊക്കെ മാനസിക സ്ഥിതി, ഇവരുടെ ബോഡി ഞങ്ങളെ കാണിക്കുക. ആർക്കെങ്കിലും ഒക്കെ അവരോട് താല്പര്യപ്പെട്ട് അവർക്കൊരു സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം അത്രമാത്രം ഒരു കാരുണ്യ പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BSc നേഴ്സിംഗ് പാസ്സായ ഒരാളാണ്. ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയി ജോലിയിലൊക്കെ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അവർക്ക് ജീവിക്കാമെന്ന് അതിനൊക്കെ വിട്ടിട്ട് അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഇങ്ങനൊരു പുണ്യ പ്രവൃത്തി ചെയ്യുകയാണ്. വലിയ ഒരു നിലവിൽ ഞങ്ങൾക്ക് ഈ മെയ് 31-നകത്ത് വാടക കെട്ടിടങ്ങൾ പാടില്ല, പൂട്ടണമെന്ന് OCBയിൽ നിന്ന് കർശനമായിട്ട് ഒരു ലെറ്ററൊക്കെ വന്നു. ഭയങ്കര നിർദ്ദേശമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ 50 സെൻറ്റ് സ്ഥലം താഴെ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സതീഷ് എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തനം, പുള്ളിയുടെ ഭാര്യ ക്യാൻസറായിട്ട് മരണപ്പെട്ടു. പുള്ളിക്കാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്യും. അതിലേ ഒരു ബിൽഡിംഗ് വെക്കണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കണം. സഹായിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇവരെ സഹായിക്കണം. നല്ലൊരു ബിൽഡിംഗ് വെച്ച് അവർക്ക് ധാരാളം 22 അല്ല, അത് ധാരാളം ആൾക്കാർക്ക് അവർക്ക് സേവനം ചെയ്യാനായിട്ടുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.